വിദ്യാഭ്യാസ എൻഡോമെന്റും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. MTEL Mobiles, all smartphones, sales, services and accessories. പുല്ലൂട്ട് സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, വില്ലേജിലെ സ്കൂളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിജയിച്ചവർ, പ്രൊഫഷണൽ കോഴ്സ് ഉന്നത വിജയം നേടിയവർ എന്നിവർക്ക് വിദ്യാഭ്യാസ എൻഡോമെന്റുകളും ചികിത്സാ സഹായത്തിന് അർഹരായവർക്ക് ധനസഹായം വിതരണം ചെയ്തു. പുല്ലൂട്ട് NSS ഹാളിൽ നടന്ന ആദരം 2025 സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിന് വേണ്ടി എൻഡോമെന്റ് ഏർപ്പെടുത്തിയ മഹൽ വ്യക്തികൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. അവർ ഓരോരുത്തരോടും പ്രത്യേകം നന്ദിയോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സാധാരണ കുറച്ച് കാലങ്ങളായിട്ട് പത്രങ്ങളിലും മറ്റുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ പറ്റി ഒരുപാട് ആശങ്ക ഉളവാക്കുന്ന ഒരുപാട് വിഷയങ്ങളുള്ള കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ പോലും അത് അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് നാട്ടിൽ കാണുന്ന ഏത് വികസനത്തിൻ്റെ പിന്നിലും ഏത് സർക്കാരുകളായാലും ഏത് പ്രാദേശിക സർക്കാരുകളായാലും അവരെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ആനുകൂല്യങ്ങളോ സഹായങ്ങളോ സന്ദർഭങ്ങളോ ആവശ്യമനുസരിച്ച് എത്തിച്ച് നൽകുകയും ചെയ്തിരുന്ന സഹകരണ പ്രസ്ഥാനത്തെ സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് പത്രങ്ങളായാലും മാധ്യമങ്ങളായാലും കാണുന്നത്. ഒരിക്കലും ഈ പ്രസ്ഥാനത്തെ ഒഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിലെ മൊത്തം, പ്രത്യേകിച്ച് പുല്ലൂറ്റ്, ഇപ്പോൾ നമ്മുടെ പുല്ലൂറ്റ് പ്രദേശത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പകുതി മുക്കാൽ ജനങ്ങളും ഈ സ്ഥാപനത്തിൽ. സമ്മേളനം കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി എന്നാൽ ചികിത്സയ്ക്ക് വകയില്ലാത്ത പാവപ്പെട്ട ബാങ്കുകളെ അവർക്കുള്ള ചികിത്സാ സഹായം നൽകുന്ന അതിനനുസരിച്ചുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ MP ഇവിടെ എത്താൻ സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് 2 ദിവസം മുമ്പ് അദ്ദേഹം ബാങ്ക് പ്രസിഡന്റിനെ ഞങ്ങളെയും അറിയിച്ചു. പാർലമെന്റ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവസാനിക്കുകയാണ്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൂടെയാണ് പാർലമെന്റ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട MPമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ സംബന്ധിക്കേണ്ടതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അദ്ദേഹം പാർലമെന്റ് സമ്മേളനം ഉള്ളപ്പോൾ എത്താറുണ്ട്. ഈ ആഴ്ച അദ്ദേഹം വന്നിട്ടില്ല. ബുധനാഴ്ചയാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അതുകൊണ്ടാണ് ഉദ്ഘാടകൻ ഈ സമ്മേളനത്തിൽ എത്താതിരിക്കുന്നതെന്നും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം. ബഹുമാനപ്പെട്ട MLA ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് കൃത്യസമയത്ത് തന്നെ നമുക്ക് പരിപാടി തുടങ്ങുക എന്നുള്ളത് അത് സംഘാടകരുടെയും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം അനവധി പരിപാടികൾ, ഒരുപാട് വിവാഹങ്ങൾ, ഹൗസ് വാമിങ്സ്, അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾ, ഇങ്ങനെ നിരവധി ചടങ്ങുകൾ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. വാർഡ് കൗൺസിലർമാരായ C നന്ദകുമാർ, TN വിനയചന്ദ്രൻ, P
PV രമണൻ, ES സഗീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ, എൻഡോമെന്റ് ഏർപ്പെടുത്തിയ CD ഗുർഹർ, സജീവൻ കൊല്ലംപറമ്പിൽ, പരാരത്ത് കമലാക്ഷി, ഓമന വിജയൻ, രാജേശ്വരി കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് CR പമ്പ സ്വാഗതവും സെക്രട്ടറി അനിതകുമാരി നന്ദിയും പറഞ്ഞു.